ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് കാട ബിരിയാണിയാണ് കേട്ടോ. രാവിലെ ആൾ പോയി മേടിച്ചിട്ടൊക്കെ വന്നതാണ്. അപ്പം നമുക്ക് ബിരിയാണി പ്രിപ്പയർ ചെയ്യാം. ഓക്കെ. അപ്പോൾ ചിക്കനൊക്കെ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കണം, മസാലയൊക്കെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ടാട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാലകൾ ഇട്ട് കൊടുക്കാം. ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്കിത് മസാല ആക്കിയെടുക്കാം. എല്ലാം കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. മുളക് പൊടി ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, കുറച്ച് കുരുമുളക്, മഞ്ഞൾപ്പൊടി, ഗരം മസാല. ഇനി ചിക്കൻ ഒന്ന് കുറച്ച് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് തൈര്. ഇനി പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കരുത്. അപ്പം നമ്മൾ കാടക്കോഴി ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കാം. ഷാലോ ഫ്രൈ ചെയ്താൽ മതി. നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കാടക്കോഴി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. വെള്ളം വെച്ചെടുക്കാമല്ലോ. ഇതിപ്പോൾ രണ്ട് സൈഡും റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഒരുപാട് ഇങ്ങനെ ഡ്രൈ ആക്കി മുരിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അത് ഈ ഒരു കറക്റ്റ് പാകത്തിനൊപ്പം എടുത്തിരിക്കുന്നത്. ഇങ്ങനെ വറുത്ത് കോരി എടുക്കാം. ഇനി ഒരു 3 കോഴിയും കൂടി ഉണ്ട്, അതും കൂടി നമുക്ക് അങ്ങനെ വറുത്തെടുക്കാം. നമ്മളിവിടെ 3 ഗ്ലാസ് അരി അളന്നെടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കി നമുക്ക് ഒന്നൊരു 10-15 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വയ്ക്കാം. ജോലി കഴിച്ചിട്ടുണ്ടോ കാടക്കോഴി ബിരിയാണി? നമുക്ക് ഇന്ന് ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കാം. ഞാനും കഴിച്ചിട്ടില്ല. ആതിര കഴിച്ചിട്ടുണ്ടോ? നമുക്കൊന്നൊന്ന് ചെയ്ത് നമുക്ക് കഴിച്ചു നോക്കാം. നോക്കിയിട്ട് ഞങ്ങൾ പറയാം. അപ്പോൾ കാട ഫ്രൈ അവിടെ റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്ക് റൈസ് പ്രിപ്പയർ ചെയ്യാം. ആദ്യം തന്നെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായതിനു ശേഷം അതിലേക്ക് നമുക്ക് ഈ സ്പൈസസ് ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. സ്പൈസസ് ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഇതുപോലെ ഒന്ന് ചതച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ സർവ്വസുഗന്ധി എന്ന് പറയുന്ന ഇല ഇട്ട് കൊടുക്കാം. പട്ടയില ഉണ്ടെങ്കിൽ അത് മതി. ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 3 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളം എന്ന റേഷ്യോയിലാണ് വെള്ളം എടുക്കേണ്ടത്. ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യമാണ്. നമുക്ക് 6 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം.
ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് തിളച്ച് വരണം. തിളച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ റൈസ് ഇടേണ്ടത്. ഇപ്പോൾ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിന് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ തിളപ്പിച്ചെടുക്കണം. നമ്മുടെ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി കറക്റ്റ് റൈസ് വെന്ത് വരുന്ന പരുവത്തിലേക്ക് കൊണ്ടുവരാം. വെള്ളം ഇപ്പോൾ കുറച്ചുകൂടി വറ്റാനുണ്ട്. അതൊന്നിങ്ങനെ തുറന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വറ്റി കിട്ടും. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇനി റൈസിന്റെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇതാ ഇപ്പം നമ്മുടെ റൈസിന്റെ വെള്ളമൊക്കെ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ടൈറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ട് മാറ്റി വയ്ക്കാം. അടച്ച് മാറ്റി വയ്ക്കണം കേട്ടോ. അപ്പം നമുക്ക് ചിക്കൻ്റെ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഒരു 5 സവാള നൈസായിട്ട് അരിഞ്ഞതാണ് കേട്ടോ. പിന്നെ പച്ചമുളക്, തക്കാളി, പുതിനയില, മല്ലിയില. പിന്നെ പൊടികളാണ്. പൊടികൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ പട്ടയിലയും കൂടി എടുത്തിട്ടുണ്ട്. ഇത് മസാലയ്ക്ക് നല്ല സ്മെല്ലുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് പട്ടയില ഇടുന്നത്. ഇപ്പോൾ ചിക്കനൊക്കെ വറുത്ത് കോരി മാറ്റിയിട്ടുണ്ട്. അതേ എണ്ണയിൽ തന്നെ നമുക്ക് മസാല പ്രിപ്പയർ ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ സവാള കുറച്ചൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ നമുക്ക് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ സവാളയൊക്കെ ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്ന സമയം വരെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഈ പട്ടയിലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഈ ഇലകളും തക്കാളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ആദ്യം കുറച്ച് പുതിനയില, അതേ അളവിൽ തന്നെ കുറച്ച് മല്ലിയില, ഇത് രണ്ടും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. തക്കാളി നന്നായി വെന്തുടഞ്ഞ് ഈ മസാലയായിട്ട് മിക്സ് ആവുന്ന സമയം വരെ ഒന്ന് നന്നായി വഴറ്റിയെടുക്കണം കേട്ടോ. നമുക്ക് അതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കാം. ഇത്രയും ആവശ്യമില്ല. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ മസാലയൊക്കെ നന്നായി റെഡിയായി വന്നിട്ടുണ്ട് ഉണ്ടോ. ഇനി നമുക്കതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കാടക്കോഴി ഇട്ട് കൊടുക്കാം. പതിയെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. കാരണം കാടക്കോഴിയാണ്, പെട്ടെന്ന് നുറുങ്ങി പോകുന്നത്.
നമുക്കിനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 ഗ്ലാസ് വെള്ളം മതിയാവും. ഇനി നമുക്ക് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളം ഒഴിച്ചതല്ലേ, അപ്പോൾ നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഈ ടൈമിൽ നമുക്ക് സവാള, മുന്തിരി, അണ്ടിപ്പരിപ്പ് ഇതൊക്കെ ഒന്ന് നെയ്യിലൊന്ന് വറുത്തെടുക്കാം. ആദ്യം തന്നെ നമുക്ക് സവാള കാരമലൈസ് ചെയ്ത് മാറ്റാം. നമുക്കിത് ലെയർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞങ്ങൾ കാട ബിരിയാണി ആയതുകൊണ്ട് ലാസ്റ്റ് ലെയറിൽ, ഏറ്റവും താഴത്തെ ലെയറിൽ മസാല മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. കാരണം നമ്മളിങ്ങനെ ഇളക്കി വരുമ്പോൾ അത് പൊടിഞ്ഞു പോകരുത്, അതിന് വേണ്ടിയിട്ടാണ്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കാഷ്നട്ട്, മുന്തിരി അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഗ്യാപ്പ് വരാത്ത രീതിയിൽ തന്നെ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് വെച്ച് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് മതി. നമ്മൾ നേരത്തെ കാഷ്നട്ടും മുന്തിരിയൊക്കെ വറുത്തതിൻ്റെ ബാലൻസ് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് വാഴയില വെച്ചൊന്ന് ക്ലോസ് ചെയ്യണം. എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന കാര്യമാണ് എന്തിനാണ് വാഴയില വെച്ച് മൂടുന്നത് എന്നുള്ളത്. ഇവിടെ ഒരു പാൻ നമ്മൾ ഓവർ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് സിമ്മിലാക്കിയിട്ട് വേണം നമ്മൾ ദമ്മിന് വെച്ച് കൊടുക്കാൻ. ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിൽ എന്തെങ്കിലും വെയിറ്റും കൂടി വെച്ച് കൊടുക്കണം. ഇനി ഒരു 1/2 മണിക്കൂർ ഇങ്ങനെ ദമ്മിലിരിക്കട്ടെ. സിമ്മിൽ വേണം വയ്ക്കാൻ, ഹൈ ഫ്ലെയിമിലൊന്നും വെച്ചേക്കരുത്. പോവണ്ട് അമ്മ എടുക്ക്. കണ്ടോ, ഈ ഈർപ്പ വെള്ളം റൈസിലേക്ക് വീഴാണ്ടിരിക്കാനാണ് വാഴയില വയ്ക്കാൻ പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കാടക്കോഴി ലെയർ ദം ബിരിയാണിയുടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അച്ഛൻ കഴിച്ചിട്ട് അച്ഛന് നല്ല ഇഷ്ടമായി എന്ന് പറഞ്ഞു. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ റെസിപ്പിയാണ്.
പിന്നെ ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തുകൊണ്ട്, ഡീപ്പ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ചിക്കൻ റബ്ബർ പോലെ ചകിരി പോലെ വരാൻ തുടങ്ങും. അങ്ങനെ വരരുത്. ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഷാലോ ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ കാണാം. അടിപൊളി മെനു, സൂപ്പർ. കാട ബിരിയാണി ഞാൻ കഴിച്ചിട്ടില്ല, നല്ല ഉണ്ട്. എന്ത് ആതിര പിന്നെ ബിരിയാണി ഉണ്ടാക്കിയാൽ ടേസ്റ്റ് ഓവറായിട്ടുണ്ടാവും. കാട ബിരിയാണിയും കൂടി അടിപൊളിയായിട്ടുണ്ട്. നല്ല സോഫ്റ്റാ. കാടക്കോഴി അടിപൊളിയായിട്ടുണ്ട്. ബലൂല്ല, നല്ല സോഫ്റ്റ്. സൂപ്പർ. ആതിര എന്ത് എന്ത് നന്നായിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കാട ബിരിയാണി ഉണ്ടാക്കണം കേട്ടോ. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. പറയുന്ന അതേ രീതിയിൽ ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ അടിപൊളിയായിട്ട് കിട്ടും. ഓവറായിട്ട് ഡ്രൈ ആക്കണ്ട ചിക്കൻ. ചിക്കനിലാണ് എല്ലാം ഇരിക്കുന്നത്. കോഴി നമ്മളെങ്ങനെ കുക്ക് ചെയ്യുന്നോ അതിലാണ് മെയിനായിട്ട് കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് കേട്ടോ. അപ്പം ഞങ്ങളൊക്കെ കഴിക്കുകയാണ്. ഇതുപോലെ ഉണ്ടാക്കി നോക്കിക്കോളൂ വീട്ടില്. ഞങ്ങൾ വീഡിയോ ഇടുന്നുണ്ട്. അല്ലേ? ഓക്കെ, ബൈ. ബൈ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. റെസിപ്പി ഇഷ്ടമായാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.